പാസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഫുള്ള് UK ഫ്ലാഗും സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. ചെറിയൊരു ഇത് ഏതാ സ്ഥലം? Enniskane. ഇവിടുത്തെ ചെറിയൊരു ടൗണാണെന്ന് തോന്നുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ ഡൊണേഗിളെത്തി. വെൽക്കം ടു ഡൊണേഗിൾ. ഇതാണ് ഇവിടുത്തെ സിറ്റി. നമ്മൾ വീണ്ടും തിരിച്ച് അയർലൻഡിൽ എത്തിക്കുക. നമ്മൾ UK വീണ്ടും തിരിച്ച് അയർലൻഡിൽ എത്തിയിരിക്കുന്നു. വീണ്ടും കിലോമീറ്റർ സംഭവമൊക്കെ മാറി. കറക്റ്റ് ടൗണിലെത്തിയപ്പോൾ മാറി. അയർലൻഡിന്റെ മറ്റേ ഫ്ലാഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ഗേലിക് ടീമിന്റെ നല്ല മഴയാണ്. 2 മണി വരെ മഴയാണെന്നാണ് വെതർകാസ്റ്റ് കാണിക്കുന്നത്. അയർലൻഡിൻ്റെ നോർത്ത് വെസ്റ്റ് സൈഡിലാണ് കൗണ്ടി ഡൊണഗിൾ സ്ഥിതി ചെയ്യുന്നത്. അയർലൻഡിലെ ഏറ്റവും വലിയ 4ാമത്തെ കൗണ്ടിയാണ് കൗണ്ടി ഡൊണഗിൾ. പിന്നെ ഇത് കൂടുതലായും ഇവിടെ കോസ്റ്റൽ ഏരിയ ആണ്. ബീച്ചൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഡൊണഗിൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇവിടെ കൂടുതലും ബീച്ച് സൈഡാണ്. 4859 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉള്ള ഈ കൗണ്ടിയിൽ ഏകദേശം 1,60,000 ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഡൊണഗിളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റ്ലാന്റിക് ഓഷൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഔട്ട്ഡോർ ആക്ടിവിറ്റീസായ സർഫിങ്, ഹൈക്കിങ്, പിന്നെ ഗോൾഫ്, ഇതിനൊക്കെ വളരെ പേരുകേട്ട ഒരു കൗണ്ടിയാണ്. ലെറ്റർക്കനിയാണ് ഇവിടുത്തെ മെയിൻ ടൗൺ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പം വേറെ ഏതോ ഒരു രാജ്യത്തെത്തിയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പരമ്പരാഗത കരകൗശല വസ്തുക്കളായ ട്വീഡ്, അതായത് ഈ ഡ്രസ്സൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കട്ടിയുള്ള തുണി, പിന്നെ നെറ്റ് വെയർ, അതായത് സ്വെറ്റർ പോലത്തെ തുണികളും ഇവിടെ ഇന്നും ഉണ്ടാക്കുന്നുണ്ട്. ഈ വ്യൂ നോക്ക്, നല്ല അടിപൊളി രക്ഷയില്ലാത്ത വ്യൂസ്. നമ്മളങ്ങനെ ഡൊണഗിളിന്റെ ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ 2 മിനിറ്റ് ഡ്രൈവ് കൂടെ ഉള്ളൂ. ജസ്റ്റ് 600 മീറ്റേഴ്സും കൂടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാസിലെത്തും. ഇതാണ് ക്യാസിൽ. ഇതെല്ലാം വൈഡ് അറ്റ്ലാന്റിക് വേ ആണ്. നമ്മളിവിടെ പാർക്കിംഗ് തപ്പി നടക്കുകയാണ്. ഫൈനലി നമുക്കൊരു പാർക്കിംഗ് കിട്ടി. നമ്മൾ ഇനി എവിടെ ക്യാസിൽ എവിടെയാ? അതാ ക്യാസിൽ. സാറ്റർഡേ നമുക്ക് നോക്കണം. ഇവിടെ ഇതുണ്ട്, നമുക്ക് ഇതിൽ നോക്കാം. മൺഡേ ടു സാറ്റർഡേ പേ ചെയ്യണം. ഇങ്ങനെ നമ്മൾ പാർക്കിംഗ് ഒക്കെ ചെയ്തു. പാർക്കിങ്ങിൻ്റെ പേ ചെയ്ത് നമ്മൾ ടൗണിൻ്റെ നടുവിൽ കൂടെ നമ്മൾ ക്യാസിൽ കാണാൻ വേണ്ടി നടക്കുകയാണ്. അതെ, ഇവിടെ ഒരു റിവറുണ്ട്. എസ്കി റിവർ എന്താണ്? ഇസിക്കൽ റിവർ. ഇതാണ് ക്യാസിൽ. ഡൊണഗിൾ ടൗണിലെ ട്രാഫിക് ബ്ലോക്കാണ് ഈ കാണുന്നത്. ഡൊണഗിൾ 4th ലാർജസ്റ്റ് കൗണ്ടി ഇൻ അയർലൻഡാണ്. ഇതാണ് ഇവിടുത്തെ ചർച്ച് ഓഫ് അയർലൻഡ്, ഡൊണഗിൾ പാരിഷ്. ഡൊണഗിളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഡൊണഗിൾ ക്യാസിൽ. 15ാം നൂറ്റാണ്ടിൽ ഗൈലിക് ഫാമിലിയായ ഒക്കോണൽ ക്ലാനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എസ്കെ നദിയുടെ തീരത്താണ് ഈ ക്യാസിൽ സ്ഥിതി ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു. 3 പേർക്കും എടുത്തു ടിക്കറ്റ്. അപ്പോൾ ഒരു സെൽഫ് ഗൈഡഡ് ഒരു പേപ്പർ തന്നിട്ടുണ്ട്. ക്യാസിലിനെ പറ്റി പറയാൻ എന്തൊക്കെയാണ് സംഭവങ്ങളെന്നുള്ളത്. ഒരു ടവർ ഹൗസ് ആയിട്ടാണ് ഈ ക്യാസിൽ ആദ്യം നിർമ്മിച്ചത്.
പിന്നീടാണ് ഇത് എക്സ്പാൻഡ് ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്തത്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് സൈന്യം ഈ കാസിൽ ഭാഗികമായിട്ട് നശിപ്പിച്ചു. അങ്ങനെ 1990-ൽ ഈ കാസിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീസ്റ്റോറേഷൻ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അന്ന് ചെയ്ത റീസ്റ്റോറേഷൻ വർക്കുകളായ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്, ബെഡ്റൂംസ് അങ്ങനെയുള്ളതൊക്കെ ഇന്നും നമുക്ക് വിസിറ്റേഴ്സിന് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഗാർഡ്രോബ് എന്ന് പറഞ്ഞൊരു റൂം. അതായത് നമ്മുടെ ടോയ്ലറ്റ് എന്ന് പറയുന്നതിൻ്റെ പഴയ ഒരു വാക്കാണ്. ഇവിടെ ഒരു ചെറിയൊരു തടി കൊണ്ടുള്ള ഒരു സീറ്റാണ്. അതിലിങ്ങനെ ഒരു ചെറിയൊരു ഹോളുണ്ടാവും. അത് നമ്മുടെ ടോയ്ലറ്റ് സീറ്റ്. അപ്പോൾ അവിടുന്ന് ഉള്ള വേസ്റ്റൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് നേരെ താഴത്തേക്ക് കാസലിൻ്റെ ഗ്രൗണ്ടിലേക്ക് വീഴും.
അങ്ങനെ നമ്മൾ കാസിൽ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് നമ്മളെവിടെയെങ്കിലും പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. 190 മീറ്ററിൽ ഡോം സ്പയർ 1 എന്ന് പറഞ്ഞോണ്ട് നമ്മളിപ്പോൾ എവിടെയാണ് നല്ല ഫിഷ് ആൻഡ് ചിപ്സ് കിട്ടുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം നോക്കിയപ്പം ഇവിടെ കിട്ടുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്കിവിടെ പോയിട്ട് ഇവിടുന്ന് ഫിഷ് ആൻഡ് ചിപ്സ് ട്രൈ ചെയ്ത് നോക്കാം. ഇവരിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനെ നമ്മളിപ്പം കഴിക്കാൻ വേണ്ടി നമ്മൾ അവസാനം അപ്പാച്ചി പിസ്സ ഷോപ്പിലെത്തിരിക്കുകയാണ്. ലഞ്ച് ഇവിടുന്ന് കഴിക്കാതെ അപ്പം ഞങ്ങളൊരു ഫിഷ് ആൻഡ് ചിപ്സും ഒരു ചിക്കൻ ചിപ്പ് ബോക്സും നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ സീറ്റിംഗ് കുറവാണ്, ആകെ 2-3 സീറ്റിങ്ങിനുള്ളൂ. നമ്മുടെ ഫുഡ് എത്തിരിക്കുകയാണ്. ഇത് ഫിഷ് ആൻഡ് ചിപ്സ്, ഇത് ചിക്കൻ ചിപ്പ് ബോക്സ്, ചിക്കൻ കബാബ്. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വണ്ടിയിൽ വന്നു. നമ്മളിനി ലാർഗി വാട്ടർഫോൾ കാണാനായിട്ട് പോവുകയാണ്. അത് ഇവിടുന്ന് ഒരു എത്രയാണ് 1/2 മണിക്കൂർ ഡ്രൈവ് ഇനിയും ഉണ്ട്.